പ്രകൃതി മനസ്സിനെ കുളിരണിയിക്കുന്ന ഒരു വികാരം തന്നെയാണ്. പ്രിയമുള്ളവരെ, ഞാൻ അനീഷ് ബാലചന്ദ്രൻ, AB ഡയറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ കൊല്ലം ജില്ലയിലെ മടത്തറ മലയിൽ നിന്നും ഉത്ഭവിച്ച് പരവൂർ കായൽ പതിക്കുന്ന ഒരു നദിയുണ്ട്. ഏകദേശം 56 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ നദി ഇങ്ങനെ പോകും. നമ്മുടെ ഇത്തിക്കരയാറാണ്. ആ ഇത്തിക്കരയാറിൻ്റെ തീരത്ത് ഉള്ള ഒരു അതിമനോഹരമായ ഒരു ഭൂപ്രദേശമുണ്ട്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വല്ലഭൻ കുന്നെന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1700 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ മിനി കൊടൈക്കനാൽ എന്നറിയപ്പെടുന്നു. പുറം നാട്ടുകാർക്ക് അധികം അറിയാത്ത ഒരു ഈ പ്രദേശത്തിൻ്റെ മറ്റു കാര്യങ്ങൾ നമ്മുടെ ഈ പ്രദേശവാസിയായ ശ്രീ അൻവർ സാറിൽ നിന്നും നമുക്ക് ചോദിച്ചറിയാം. അൻവർ സാറേ നമസ്കാരം. നമുക്ക് ഈ വല്ലഭൻ കുന്ന് ഹിൽ ടോപ്പിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറയാം. ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ പഞ്ചായത്തിൽ 4-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതി രമണീയമായ ഒരു പാറയാണ്. ഈ പാറ അറിയപ്പെടുന്നത് അഴമലപ്പാറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്തുകൂടിയാണ് ഇത്തിക്കര റിവർ ഒഴുകുന്നത്. ഇത് പണ്ട് കാലങ്ങളിൽ ഇതിൻ്റെ ആറ്റിൻ്റെ തീരത്ത് ഒരുപാട് താമസക്കാരുണ്ടായിരുന്നു. അന്ന് വഴി സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ പോലും ആ പ്രദേശങ്ങളിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് താമസക്കാരുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ടൗണിലേക്ക് താമസം മാറുകയും ഈ പാറ ഖനനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഉള്ളത്. സാറേ, നമുക്ക് ഈ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ജഡായുമംഗലം പാറ നമ്മുടെ കേരളത്തിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിപ്രദമായ ജഡായുമംഗലം പാറ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്നത് പോലെ തോന്നും. അപ്പോഴൊരു നമ്മുടെ ഈ വർക്കലയും ഒക്കെ ആയിട്ട് വന്നൊരു കണക്റ്റിംഗ് ടൂറിസം തൊട്ടടുത്തുള്ള ഒരു 5-6 കിലോമീറ്റർ ഒക്കെ അല്ലേ വരത്തുള്ളൂ. അതെ. അപ്പോൾ അതിൻ്റെ ഒരു ടൂറിസം സാധ്യതയെക്കുറിച്ച് സാറിന് എന്താണ് അതിൻ്റെ ഒരു പറയാനുള്ളത്? അപ്പോൾ ഈ ഭൂപ്രദേശം ഒരു 3 വർഷമായിട്ട് ഒരു മിനി ടൂറിസം കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാവിലെയും വൈകുന്നേരവും വന്നു കഴിഞ്ഞാൽ കോട വരുന്നൊരു അവസ്ഥയുണ്ട്. അതിരാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല കോടയുണ്ട്. അന്നേരം അതൊക്കെ ആസ്വദിച്ച് നല്ല പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ആക്കി തീർക്കുകയാണ് എങ്കിൽ ഇത് വർക്കല ബീച്ചും അതിൻ്റെ ചടയമംഗലം ജഡായു പാറയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഇടത്താവളം എന്ന നിലയിലുള്ളൊരു മിനി ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ പ്രദേശം. ഈ പ്രദേശം ഇങ്ങനെ നിരവധി ഖനനത്തിന് പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും ഈ പാറയുടെ 3 സൈഡിൽ നിന്നും അനധികൃതമായിട്ട് ഖനനം നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് വിഴിഞ്ഞം പോർട്ടിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വ്യാപകമായി ഖനനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ശ്രമം നടന്നു വരുന്നത്. ആ ശ്രമം നടക്കുകയാണ് എങ്കിൽ നമ്മളിപ്പോൾ ഉരുൾപൊട്ടലും മറ്റും നടന്ന വയനാട്ടിലെ ഒരു പ്രദേശം പോലെ ഈ നദിയും ഗതി മാറി ഒരു പ്രദേശം മുഴുവനും തൊട്ടടുത്തുള്ള ഗ്രാമപ്രദേശം ഈരാറ്റിലെ വല്ലഭം എന്ന് പറയുന്ന ഗ്രാമപ്രദേശമാണ്. ആ ഗ്രാമപ്രദേശത്തെ ഒരുപാട് വീടുകളുണ്ട്. 100 കണക്കിന് വീടുകളുള്ള ആ പ്രദേശത്തെ തുടച്ചു മാറ്റിക്കൊണ്ട് ഈ നദി ഗതിമാറി ഒഴുകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പാറ ഖനനത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ സർക്കാർ തലത്തിൽ ഇതൊരു വിനോദ സഞ്ചാര കേന്ദ്രമാക്കി തീർത്തു കഴിഞ്ഞാൽ സർക്കാരിന് എക്കാലത്തും ഫണ്ട് ലഭിക്കുന്ന ഒരു ടൂറിസം കേന്ദ്രമായി ഇത് മാറുന്നതായിരിക്കും. അത് ആ കാണുന്ന ആ മല എളമ്പറക്കോട് വനം എന്നറിയപ്പെടുന്ന പാലോട് ഡിവിഷനിൽപ്പെട്ട വനത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് നമ്മൾ സായിപ്പിൻ്റെ തോട്ടം എന്നറിയപ്പെടുന്ന ഒരു 300 ഏക്കറോളം വരുന്ന ഭൂപ്രദേശമാണ്. ആ ഭൂപ്രദേശത്താണ്
ഇപ്പോൾ സർക്കാർ കുറേ സ്ഥലം കണ്ടെത്തി പാവങ്ങൾക്ക് ചെങ്ങറ ഭൂസമരക്കാർക്കും മറ്റുമൊക്കെ വിതരണം ചെയ്ത ആ പ്രദേശമാണ് ആ കാണുന്നത്. ആ പ്രദേശത്തിൻ്റെ സമീപത്തു കൂടിയാണ് ഈ ഇത്തിക്കര റിവർ ഇങ്ങനെ വളഞ്ഞ് ഒഴുകി ഈ പാറയുടെ സമീപത്തു കൂടി താഴെ ഇത്തിക്കരയിലേക്ക് പോകുന്നത്. ഒത്തിരി ആരാധനാലയങ്ങളൊക്കെ 4 ചുറ്റും ആരാധനാലയങ്ങളും സ്കൂളുകളും ഇതിൻ്റെ ആറിൻ്റെ മറുവശത്ത് സ്കൂളുകളും പള്ളികളും ഒക്കെ ഉള്ള സ്ഥലമാണ്. തൊട്ടപ്പുറത്തെ പ്രദേശമാണ് റോഡുവിള, ആക്കൽ, പെരപ്പയം എന്നൊക്കെ പറയുന്ന പ്രദേശമാണ്. വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ പറ്റിയ ഒരിടം. നമ്മളെ തൊട്ടടുത്തുള്ള ഒരിടം വേറെ ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും. വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഈ നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു ഈ പ്രകൃതിയും ഇവിടുത്തെ വിഭവങ്ങളും ഒക്കെ നമ്മൾ മറ്റു പരുക്കുകളൊന്നും കൂടാതെ അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിക്കേണ്ടതിൻ്റെ ബാധ്യത നമ്മൾ ഓരോ വ്യക്തികൾക്കും ഓരോ പൗരന്മാർക്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. AB ഡയറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.